Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭ 16-ാം വാർഡിൽ നായത്തോട് പാടശേഖരത്തിലേക്ക് ശുചിമുറി മാലിന്യം തള്ളുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. പ്രദേശത്തെ സ്വകാര്യ വൻകിട ഭവന സമുച്ചയത്തിൽ നിന്നുള്ള മാലിന്യമാണ് പാടശേഖരത്തിലേക്ക് തള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അങ്കമാലി നഗരസഭ 16-ാം വാർഡിലെ ചമ്മല റോഡരികിലെ പാടശേഖരം ശുചിമുറി മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പ്രദേശത്തെ സ്വകാര്യ വൻകിട ഭവന സമുച്ചയത്തിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണ് തള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടംപോലെയുള്ള മണവും വാസനയും നല്ല വാസനയാണ്. അതൊക്കെ ഞങ്ങൾ സഹിക്കാണ്. എന്താ ചെയ്യണേ? ഞങ്ങൾ കുഞ്ഞു കൊച്ചുങ്ങളും കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ടാണ് നടക്കുന്നത്. അതിന് കുടുംബ പരമ്പരയായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സ്മെല്ലും മണവും ഛർദിയും ഇളക്കവും ഒക്കെ. ഇതേ ഒരു 2 ആഴ്ചയിലധികമായി ഇങ്ങനെ ഈ അറ്റ്ലസിൽ നിന്ന് ഈ മാലിന്യം വന്നത്. മഴ പെയ്ത് തുടങ്ങിയ പിന്നെയാണ് ഇത്രയും വെള്ളം ഒഴുക്ക് വന്നത്. പിന്നെയാണ് ഈ മാലിന്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് പരിസരവാസികളായ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടിവെള്ളത്തിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ചെറിയ കൊച്ചുങ്ങളും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കാരണം വെച്ചാൽ ഇങ്ങനത്തെ വെള്ളം ഒഴുകി ഇപ്പോൾ പല അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയേക്കണ സമയമുള്ള മഞ്ഞപ്പിത്തായാലും ചിക്കൻ ഗുനിയും ഡെങ്കു ഒക്കെ തുടങ്ങിയേക്കണ ഒരു സംഭവമുള്ള. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പോം വഴി അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്ത് ഞങ്ങൾക്ക് തരണമെന്ന് താഴ്മയായി. ഈ അക്ലസിൽ നിന്നുള്ള ഈ പ്ലാറ്റിൽ നിന്നുള്ള മാലിന്യം രാത്രി 12 മണിക്ക് തള്ളണത്. കക്കൂസ് മാലിന്യത്തിന് ഭയങ്കര സ്മെല്ലുണ്ട്. ഇവിടെ ഒരു രക്ഷയില്ല. ഇതിലെ നടക്കാനും പറ്റില്ല, വീട്ടിലൊരു ഇരിക്കാൻ പറ്റില്ല. അതേമാതിരി സ്മെല്ലാണ്. വെള്ളം ഉണ്ടെങ്കിൽ കറുത്ത് കരിക്കട്ട കറുത്തിൽ കീടം കെട്ടിക്കിടക്കാണ്. ഇതിനൊരു പോംവഴി എന്തായാലും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണം. മഴക്കാലമായതിനാൽ തോടുകൾ വഴി പ്രദേശത്തെ പാടശേഖരങ്ങളിലെല്ലാം മാലിന്യമൊഴുകി നടക്കുന്ന അവസ്ഥയാണ്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ മൂക്ക് പൊത്തിക്കഴിയേണ്ട സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും ഉൾപ്പെടെ പടർന്നു പിടിക്കുമോ എന്ന് ആശങ്കയുമുണ്ട്. ഒരാഴ്ച മുൻപ് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ജലം പരിശോധനയ്ക്കെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും പരിസരത്ത് അസഹനീയമായ ദുർഗന്ധം വമിച്ചതിനാൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സ്ത്രീകൾ ഉൾപ്പെടെ നാട്ടുകാരും സ്ഥലം സന്ദർശിച്ചു. സംഘത്തിൽ വാർഡ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഷിയോ പോൾ, നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TY ഏലിയാസ്, സഹകരണ ബാങ്ക് ഡയറക്ടർ ജിജോ ഗർവാസിസ്, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രാഹുൽ രാമചന്ദ്രൻ, CPIM ബ്രാഞ്ച് സെക്രട്ടറി MN വിശ്വനാഥൻ, കോൺഗ്രസ് മുൻ ബൂത്ത് പ്രസിഡന്റ് ബിജു പൂവേലി എന്നിവരും നാട്ടുകാരുമുണ്ടായിരുന്നു. അടിയന്തിരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് സന്ദർശക സംഘത്തിലുണ്ടായവർ ആവശ്യപ്പെട്ടു. ഗൗരവമുള്ളൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നഗരസഭയിൽ നിന്ന് ഹെൽത്ത് വിഭാഗം അറ്റസ് ഫ്ലാറ്റിൽ പോയി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും തക്കതായ നടപടി സ്വീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ദുർഗന്ധം വമിച്ചിട്ട് പ്രദേശവാസികൾക്ക് ഭക്ഷണം കഴിക്കാനോ വീട്ടിലിരിക്കാനോ പോലും പറ്റാത്ത അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. ഇവിടെ ഈ വെള്ളം നമുക്കറിയാം, ഇത് കറുത്ത് കരിവാളിച്ചാണ് ഈ വെള്ളം വന്നത്. എന്തോ ആ പ്രദേശത്ത് നെയ്യ് പൊങ്ങുന്നത് പോലെ മഴ പെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പ്രദേശം മൊത്തം ഈ രീതിയിലാവുന്നത്. ഇപ്പോൾ ഏതോ വലിയ സ്ഥാപനത്തിൽ നിന്നും ഇപ്പോൾ എല്ലാവരും സംശയം അറ്റ്ലസ് ഫ്ലാറ്റിൽ നിന്നാണ് പറയണത്. കക്കൂസ് മാലിന്യങ്ങളാണ് വന്നത്. ഇവിടെ വന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ദുർഗന്ധം വമിച്ചുള്ള അവസ്ഥയാണ്. തൊട്ട് അപ്പുറയും പാടം തന്നെയാണ്. ആ പാടത്ത് പോകുന്ന വെള്ളം കണ്ണീര് പോലെയുള്ള വെള്ളം പോകുന്നത്. അവിടെ യാതൊരു പ്രശ്നമില്ല. ചില ആളുകൾ പുല്ല് ചെയ്യുന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു. പുല്ല് ചെയ്യുകയാണെങ്കിൽ അവിടെയും പുല്ലുണ്ട്. ആ ചെയ്യുന്ന വെള്ളം യാതൊരു സ്മെല്ലും ഇല്ല, കളർമാറ്റവും ഇല്ല. ഇവിടെ കറുത്ത് കരിവാളിച്ച് പോകുന്നൊരു അവസ്ഥയാണ്. കക്കൂസ് മാലിന്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ വെള്ളം സാമ്പിളിനെടുത്ത് പരിശോധിച്ച് പോയി. കൗൺസിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ വെള്ളം സാമ്പിളിന് താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. റിസൾട്ട് വരാൻ സമയമെടുക്കും. അതുവരെ ഒന്നും കാത്തിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല നിലവിലുള്ളത്. ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും നാട്ടുകാരെല്ലാം കൂടി സംഘടിച്ച് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഭാവികമായും കൗൺസിലും ബന്ധപ്പെട്ട ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വരും. ബഹുമാനപ്പെട്ട നഗരസഭ ചെയർമാനും ഇവിടെ സ്ഥാനം സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് നാട്ടിലെ ആളുകൾക്ക് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ജീവിക്കണം, സമാധാനപരമായിട്ട് ജീവിക്കണം, ആരോഗ്യമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ പറഞ്ഞു,
ഡെങ്കുവും ചിക്കൻ ഗുനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മഴക്കാലത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇനി വല്ലാത്ത രീതിയിൽ പുതിയ രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.